അനുരഞ്ജന കൂദാശ. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകളുണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോട് കൂടി സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിക്കളയുക. ജൂലൈ 8 ശനിയാഴ്ച ഒരു കോൺഫറൻസിൽ സംസാരിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരുന്നതുകൊണ്ട് ഞങ്ങൾ കൊസുമെൽ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. ഒരു യുവതിക്ക് നൽകുവാൻ വേണ്ടി ഒരു സന്ദേശം എഴുതിയെടുക്കുവാൻ കർത്താവ് പറഞ്ഞു. ഇപ്രകാരമായിരുന്നു ആ സന്ദേശം: അവളോട് പറയുക, ഞാൻ വളരെ കാലമായി ഈ നിമിഷത്തിനായി പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു. ഞാൻ അവളുടെ സമർപ്പണത്തിനായി കാത്തിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഒരു മുഴുവൻ കുമ്പസാരത്തിനായി ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുവിനെ തേടിപ്പോയ ഒരു യുവതിയായിരുന്നു അവൾ. കർത്താവിൻ്റെ സന്ദേശം ഞാൻ അവൾക്ക് കൊടുത്തപ്പോൾ അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ അവളെ സഹായിക്കുവാൻ കർത്താവ് എന്നോട് പറഞ്ഞു. വൈദികൻ വരുന്നതുവരെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ 2 പേരും കൂടി കുമ്പസാരത്തിനായി വന്നിരുന്ന മറ്റൊരാളുടെ അടുത്തേക്ക് പോകുവാനായി മുറിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി അവളോടൊപ്പം കുമ്പസാരത്തിനുള്ള മുറിയിലേക്ക് പ്രവേശിക്കുവാനായി അവളുടെ ചുറ്റും കുറേയധികം ആളുകളെ, ഒരുപക്ഷെ 10-12 പേർ കാണുവാനിടയായി. ഇതെന്നെ അത്ഭുതപ്പെടുത്തി. എന്നാൽ അതൊരു ആധ്യാത്മിക ദർശനമാണെന്ന് മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ പലതരത്തിലുള്ള സംഗീതം കേൾക്കാൻ തുടങ്ങി. ഒരു വശത്ത് ഘോരമായ ചെണ്ടകൊട്ടലിൻ്റെ താളത്തിനൊത്തുള്ള സംഗീതം, ഒപ്പം വളരെ ഉറക്കെയുള്ള സംസാരവും. അതേസമയം തന്നെ ഒരു ഗായക സംഘത്തിൻ്റെ മനോഹരമായ ഫാത്തിമ ഗാനം കേൾക്കാം. വളരെ ദൂരെ മറ്റൊരു ഗായക സംഘം സൃഷ്ടാവായ ദൈവത്തിനും രക്ഷകനായ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും എന്ന് പാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മുട്ടുകുത്തി. ആ കുമ്പസാരത്തെ കൂടുതൽ ബോധദീപ്തകമാക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് വളരെ ആളുകൾ അലർച്ചയിടുന്നതിൻ്റെ സ്വരം കേട്ടു. ഈ സ്വരം വന്നിടത്തേക്ക് പെട്ടെന്ന് ഞാൻ നോക്കി. യുവതിയുടെ കുമ്പസാരം കേട്ടുകൊണ്ടിരുന്ന മുറിയുടെ ബാൽക്കണിയായിരുന്നു അത്. ഞാൻ കണ്ടത് പേടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. പൂർണ്ണമായും വെറുപ്പുളവാക്കുന്ന രൂപങ്ങൾ. ബാൽക്കണിയിൽ നിന്നും താഴെയുള്ള വിജന സ്ഥലത്തേക്ക് അലറി ഓടി എടുത്തു ചാടുന്ന വികൃത രൂപങ്ങൾ. പെട്ടെന്ന് എൻ്റെ ആദ്യ ഉൾപ്രേരണ താഴെ വീഴുന്നവരെ ഒന്ന് കാണുവാനായിരുന്നു. അതിനായി എൻ്റെ മുറിയുടെ ജനലിനടുത്തേക്ക് ഞാൻ പോയി. പക്ഷേ എനിക്ക് ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. ആ യുവതിയുടെ കുമ്പസാരത്തിനായി അവരെ ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സുഹൃത്ത് അപ്പോൾ അവിടെ വന്നു. ചങ്ങലകളുടെ സ്വരവും മേൽക്കൂരയിലും ഭിത്തിയിലും കൂടെ ലോകകഷ്ണങ്ങൾ ഉരഞ്ഞുണ്ടാകുന്ന ശബ്ദവും ഞങ്ങൾ 2 പേരും കേട്ടു. ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. സുഹൃത്തിനോട് ഭയപ്പെടേണ്ടെന്നും ഇവയെല്ലാം ഒരാത്മാവ് പിശാചിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെടുന്ന അവസരത്തിൽ പിശാചുണ്ടാക്കുന്ന ലാക്ഷണീയ സ്വരങ്ങൾ മാത്രമാണെന്നും ഞാൻ പറഞ്ഞു. കുറേ നിമിഷം ഞാൻ തനിച്ച് പ്രാർത്ഥനയിലായിരുന്നു. എത്ര നേരം എന്നെനിക്കറിയില്ല. പെട്ടെന്ന് ഒരു പ്രകാശം എൻ്റെ കണ്ണുകളെ തുറപ്പിച്ചു. എൻ്റെ മുറിയെയും കുമ്പസാരം നടന്നുകൊണ്ടിരിക്കുന്ന മുറിയെയും തമ്മിൽ വേർതിരിച്ചിരുന്ന എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഭിത്തി പെട്ടെന്ന് അപ്രത്യക്ഷമായി. കുമ്പസാരത്തിനിരിക്കുന്ന യുവതിയെ ഞാൻ കണ്ടു. അവൾ പുരോഹിതൻ്റെ മുമ്പിലായിരുന്നില്ല, ഈശോയുടെ തന്നെ മുമ്പിൽ. പുരോഹിതനെ കാണുന്നില്ല. പുരോഹിതൻ്റെ സ്ഥാനം ഈശോ എടുത്തിരിക്കുന്നു. ഒരു വശത്തു നിന്നും ഞാൻ കർത്താവിനെ കണ്ടു. പ്രാർത്ഥനയ്ക്കായി ആയെന്നവണ്ണം കൂട്ടിച്ചേർത്ത് കൈകളിൽ താടി ചേർത്ത് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു.